ഹായ് ഫ്രണ്ട്സ്, സാപ്പിനെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഫെബ്രുവരി മാസം 27-ാം തീയതിയാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തതെന്ന് നോക്കാം. നമുക്ക് 3 സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ബൂട്ടൻഡ് ബാലരാജു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇപ്പോൾ മുതൽ ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഹോണ്ടിങ് ഓഫ് ദ ക്യൂൻ മേരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈം കൂടാതെ ബുക്ക് മൈ ഷോസിൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ആട്ടക്കത്തി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പാരഞ്ചി സംവിധാനം ചെയ്ത സിനിമയാണ്. സൈനപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ 3 സിനിമകളാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കോഡ് 8 പാർട്ട് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിരിക്കും റിലീസ് ചെയ്യാനാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സിനിമ വരുന്ന സമയത്ത് മറ്റ് അപ്ഡേറ്റുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഇനി ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ രവി തേജ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് ആക്ഷൻ മൂവിയായിരുന്നു ഈഗിൾ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ ഇപ്പം ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ETV വിൻ എന്ന OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മാർച്ച് മാസം 8-ാം തീയതിയാണ്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. മാംല ലീഗൽ ഹേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സിനിമ മാർച്ച് മാസം 1-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഹിന്ദി ക്രൈം, ഡ്രാമ, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഒരു ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് എന്ന് തന്നെ പറയാം. സൺഫ്ലവർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, സീസൺ 2 ആണ് വരുന്നത്. C5 വഴി ഈ ഒരു സീരീസ് മാർച്ച് മാസം 1-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ഹിന്ദി ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത് തെലുങ്കിൽ നിന്ന് റിലീസ് ചെയ്ത ജീവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നമ്മുടെ മമ്മൂക്ക ഒരു ക്യാമിയോ റോളിൽ എത്തിയ സിനിമയായിരുന്നു യാത്ര 2 എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം 8-ാം തീയതി റിലീസ് ചെയ്യാനുള്ള എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് തെലുങ്ക് ഭാഷ കൂടാതെ മലയാളവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഈ ലിസ്റ്റിലുള്ള ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിനിമകൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൂടാതെ എൻ്റെ ചാനലിൽ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്, ടച്ച് മീ നോട്ട് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.